വില്യം ഷേക്സ്പിയർ. പല സാഹിത്യകൃതികളും മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഷേക്സ്പിയറുടെ കഥകൾക്ക് മലയാള സിനിമയിൽ എന്നും വേറെ തന്നെ ഒരു സ്ഥാനമുണ്ട്. ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസിലെ പ്രണയവും പകയും അധികാരമോഹവും കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കും കൾച്ചറിലേക്കും വളരെ മനോഹരമായാണ് മലയാള സിനിമ മാറ്റി എഴുതിയത്. ആ ഒരു അഡാപ്റ്റേഷൻ നമ്മൾ ഫസ്റ്റ് കാണുന്നത് 1997 ജയരാജിൻ്റെ കളിയാട്ടം മൂവിയിലൂടെയാണ്. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന ട്രാജഡി ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഒഥല്ലോ തൻ്റെ ഭാര്യ ഡെസ്റ്റിമോണയെ അമിതമായി സ്നേഹിക്കുകയും എന്നാൽ വില്ലനായ ഇയാഗോയുടെ ചതിയിൽപ്പെട്ട് അവളെ സംശയിക്കുകയും ചെയ്യുന്നു. ഈ സംശയം മൂലം ഒഥല്ലോ തൻ്റെ ഭാര്യയെ കൊല്ലുന്നു. പിന്നീട് സത്യം തിരിച്ചറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ് നടക്കുന്നത്. ഇതേ കഥയാണ് തെയ്യം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണനെയും താമരയെയും പനീനെയും വെച്ച് കളിയാട്ടം സിനിമ കാണിച്ചു തരുന്നത്. ജയരാജിൻ്റെ തന്നെ 2001 കണ്ണകി എന്നൊരു മൂവിയുണ്ട്. ഷേക്സ്പിയറിൻ്റെ ട്രാജഡി ആയിട്ടുള്ള ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര അഡാപ്റ്റേഷനാണിത്. 2021 VK പ്രകാശ് സംവിധാനം ചെയ്ത ഇന്ദ്രജിത്ത് നായകനായ കർമ്മയോഗി എന്ന സിനിമയും ഫേമസ് ട്രാജഡി ഹാംലെറ്റ് ഇൻസ്പയർ ചെയ്ത് എഴുതിയതാണ്. സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തി അധികാരം പിടിച്ചെടുത്ത അങ്കിളിനോടുള്ള ഹാംലെറ്റ് രാജകുമാരൻ്റെ പ്രതികാരമാണ് ഈ നാടകം പറയുന്നത്. മലയാളത്തിലെത്തുമ്പോൾ ഹാംലെറ്റ് രുദ്രനാവുന്നു എന്ന് മാത്രം. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് അന്നയും റസൂലും. ഡയറക്ടറായ രാജീവ് രവിയുടെ ഡെബ്യൂ മൂവി കൂടിയാണിത്. ഇതും ഷേക്സ്പിയറിൻ്റെ റോമിയോ ജൂലിയറ്റിൻ്റെ അഡാപ്റ്റേഷനാണ്. പരസ്പര എനിമീസ് ആയിട്ടുള്ള രണ്ട് റോയൽ ഫാമിലീസ് മക്കളായ റോമിയോയും ജൂലിയറ്റും രഹസ്യമായി പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുടുംബ പകയും തെറ്റിദ്ധാരണകളാലും അവർക്ക് ഒന്നിക്കാനാവാതെ വരികയും ഒടുവിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നതാണ് ആ ട്രാജഡി. ട്രാജഡി കിങ് ലിയറിനും ഉണ്ട് അമൽനീര ചിത്രം ഇയോബിൻ്റെ പുസ്തകവുമായി കണക്ഷൻ. വാർദ്ധക്യത്തിലെത്തിയ അച്ഛൻ തൻ്റെ മക്കൾക്ക് അധികാരം കൈമാറുന്നതും തുടർന്ന് വിശ്വസ്തരായ മക്കളെക്കാൾ സ്വാർത്ഥരായ മക്കൾ പിതാവിനെ ചതിക്കുന്നതുമാണ് ഈ രണ്ട് കഥകളുടെയും കഥ. കളിയാട്ടം, കണ്ണകി എന്നിവയ്ക്ക് ശേഷം വീരം എന്ന സിനിമയിലൂടെ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന ട്രാജഡിയെയും ജയരാജ് വീണ്ടും സിനിമയാക്കിയിട്ടുണ്ട്. മാക്ബത്തിനെ തന്നെ ഇൻസ്പയർ ചെയ്താണ് ദിലീഷ് പോത്തൻ 2021 ജോർജ് സിനിമ ചെയ്തത്. അതാണ് നമുക്ക് കൂടുതൽ പരിചയം. അധികാരമോഹം മൂലം തൻ്റെ രാജാവിനെ കൊലപ്പെടുത്തി സിംഹാസനം കൈക്കലാക്കുന്ന മാക്ബത്ത് പിന്നീട് കുറ്റബോധവും പേടിയും മൂലം നേരിടേണ്ടി വരുന്ന മാനസിക തകർച്ചയുമാണ് ഈ ട്രാജഡി. ഒന്ന് നോക്കുമ്പോൾ ഒഥല്ലോ മുതൽ മാക്ബത്ത് വരെ മലയാള സിനിമയിലേക്ക് കളിയാട്ടം മുതൽ ജോർജ് വരെ ആയിട്ടുണ്ട്. ചുരുക്കത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലിരുന്ന് ഷേക്സ്പിയർ എഴുതിയ മനുഷ്യ സഹജമായ വികാരങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ഈ സിനിമകൾ തെളിയിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്.